ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ഹൈലൈറ്റ്സിൽ കണ്ടതുപോലെ ചെറിയൊരു വിശേഷമുണ്ട്. ഞാനൊരു 3-4 ദിവസത്തേക്ക് തൃശ്ശൂരിൽ നിന്ന് കോഴിക്കോടേക്ക് പോവുകയാണ്. അപ്പോൾ ഇത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷൻ ഞാൻ ജസ്റ്റ് ജനശതാബ്ദിക്ക് കയറി ഓൾമോസ്റ്റ് ഒരു 1 o'clock ഒക്കെ ആകുമ്പോഴേക്കും കോഴിക്കോട് എത്തും. അപ്പോൾ ഈ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഞാനിങ്ങനെ ട്രെയിനിൽ എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഫൈനലി നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. ഞാൻ അവിടെ നിന്നൊരു ഓട്ടോ എടുത്തിട്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ യൂഷ്വലി എപ്പോൾ വരുമ്പോഴും കോഴിക്കോട് എൻ്റെ പപ്പയുടെ വീടാണെങ്കിലും ഞാൻ നിൽക്കാറ് എൻ്റെ വല്യമ്മയുടെ വീട്ടിലാണ്. കാരണം ഇതെൻ്റെ ഒരു സെക്കൻഡ് ഹോമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കുഞ്ഞിൽ സ്കൂൾ അടയ്ക്കുമ്പം ആ ടൈമിൽ ഞാൻ കറക്റ്റായിട്ട് ഞാൻ ഓടിയെത്തും. കാരണം കസിൻസൊക്കെ ആയിട്ട് കളിക്കാനും ആ ഒരു മെമ്മറീസും കാര്യങ്ങളൊക്കെ എന്ന് നമ്മൾ കൂടുമ്പോഴും നമ്മൾ പിന്നെയും നമ്മൾ പറയുന്നൊരു കാര്യമാണ്. അങ്ങനെ ഞാൻ വീട്ടിലെല്ലാവരുമായിട്ട് കണ്ട് സംസാരിച്ചതിന് ശേഷം ഞാൻ റൂമിലോട്ട് വന്ന് കുളിച്ച് ഫ്രഷൊക്കെ ആയിട്ട് ഇന്ന് എനിക്ക് കുറച്ച് പരിപാടികളുണ്ട്. അങ്ങനെ റൂമിൽ നോക്കുമ്പോഴാണ് ഈ ഒരു ഫോട്ടോ. ഇത് ഞാനും ജിനിയേട്ടനും അമിത്തുമാണ്. ഇത് ഞങ്ങളുടെ വളരെ മെമ്മറബിൾ ആയിട്ടുള്ളൊരു ഫോട്ടോ ആണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ കുളിച്ചൊക്കെ ഡ്രസ്സൊക്കെ ചെയ്തതിന് ശേഷം ഞാൻ നേരെ പോകുന്നത് ഹൈലൈറ്റ് മോളിലേക്കാണ്. ഞാൻ അവിടെ നിന്ന് സ്ഥിരമായി വിളിക്കുന്ന ഒരു ഓട്ടോ ചേട്ടനുണ്ട്. ആ ഓട്ടോ ചേട്ടനെ വിളിച്ച് ഹൈലൈറ്റ് മോളിലേക്കാണ് പോകുന്നത്. ഇവിടെ വരാനുള്ള മെയിൻ കാര്യം, ഞാൻ 3 വർഷം മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു സ്പീച്ച് തെറപ്പിസ്റ്റായിട്ട്. അപ്പം എൻ്റെ കൊളീഗാണ് ഫിസിയോതെറപ്പിസ്റ്റായ ദിവ്യ ചേച്ചി. അപ്പോൾ ചേച്ചിയായിട്ട് എനിക്ക് വല്ലാത്തൊരു ബോണ്ടാണ്. അപ്പോൾ എപ്പോൾ ഞാൻ ഇങ്ങോട്ട് വരുമ്പോഴും ഞാൻ മസ്റ്റായിട്ട് പുള്ളിക്കാരീനെ കാണാൻ വേണ്ടി പോവും. അങ്ങനെ ഈ തവണത്തെ മീറ്റിംഗ് ഹൈലൈറ്റ് മോളിലാക്കി. ഇത് ചേച്ചിയുടെ മോനാണ് കേട്ടോ. ചേച്ചിയുടെ മോനും പിന്നെ അതുപോലെ അമ്മയും പിന്നെ സിസ്റ്ററിൻ്റെ കൂടെയാണ് ചേച്ചി വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇവനിങ്ങനെ കുറച്ച് ഇറിറ്റേറ്റഡ് ആയി തുടങ്ങിയപ്പം വേഗം ഇതുപോലത്തെ റൈഡ് അവിടെ ഉണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനെ അവൻ അതിൻ്റെ അകത്ത് കയറ്റി കുറച്ച് ടൈം അങ്ങനെ സിസ്റ്റർ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അവനെ. ഫിസിയോ ആൻഡ് സ്പീച്ച് കോംബോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ പോലും ഞങ്ങൾ നല്ല ബെസ്റ്റ് ഫ്രണ്ട്സായിട്ടാണ് ഞങ്ങൾ ഉണ്ടായിരുന്നത്. അപ്പം എന്തും എനിക്ക് ചേച്ചീൻ്റെ അടുത്ത് ഓപ്പൺ അപ്പ് ചെയ്ത് പറയാൻ പറ്റും. പുള്ളിക്കാരിയും തിരിച്ചും അതുപോലെ തന്നെയാണ്. അങ്ങനെ 3 വർഷം വർക്ക് ചെയ്തപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എനിക്ക് ഇവിടുന്ന് പോകുമ്പം എനിക്കൊരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല എന്ന് തോന്നിയൊരു റിലേഷൻഷിപ്പാണിത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മാക്സിമം എപ്പോൾ കോഴിക്കോട് വരുമ്പോഴും ഞാൻ ചേച്ചീനെ കാണാൻ പോകാറുണ്ട്. ആ ഒരു കോണ്ടാക്റ്റ് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കീപ്പപ്പ് ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാറുണ്ട്. അപ്പോൾ അതൊക്കെ അവിടെ ഇരിക്കട്ടെ. നമ്മൾ അവിടെ നിന്ന് വെറൈറ്റി ആയിട്ടുള്ള കുറേ ദോശ ഉണ്ടാക്കുന്നൊരു സ്പോട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ കുറച്ച് വെറൈറ്റി ദോശയൊക്കെ മേടിച്ചു. പിന്നെ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് പുഡിങ് കിട്ടുന്നൊരു സ്പോട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ 3 ഡിഫറെൻറ്റ് ടൈപ്സ് പുഡിങ് നമ്മൾ മേടിച്ചു. അതിനുശേഷം നമ്മൾ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ ടൈം സ്പെൻഡ് ചെയ്തതിന് ശേഷം നമ്മൾ പിന്നെ അവിടെ നിന്ന് നെക്സ്റ്റ് ടൈം മീറ്റ് ചെയ്യാന്നുള്ള രീതിയിൽ നമ്മൾ പോന്നു. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആയി. അപ്പോൾ മോർണിംഗ് ആയപ്പോൾ തന്നെ ഈ ഒരു വീടിൻ്റെ ഭംഗി എന്ന് പറഞ്ഞാൽ നേരെ നമുക്ക് മെയിൻ റോഡാണ്. അവിടെ നിന്ന് നമുക്ക് വണ്ടികൾ പോകണ കാണാം. അതുപോലെ തന്നെ ഒരുപാട് ചെടികൾ വല്യമ്മി വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു പോസിറ്റീവ് വൈബാണ് ഇവിടെ. അപ്പോൾ മോർണിംഗ് തന്നെ ചേട്ടൻ ജോലിക്ക് പോവുകയാണ്. പുള്ളിക്കാരൻ പോവാണ്, നേരത്തെ വരാം എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അങ്ങനെ ജിനിയേട്ടൻ പോയി. ഇനി പുള്ളിക്കാരൻ ഈവനിങ് ആയിരിക്കും വരിക. ഇതാണ് നമ്മുടെ അമ്മായി രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടികൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിക്കാരിക്ക് വയ്യ, പക്ഷെ എന്നാലും വലിയമ്മീനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും കിച്ചണിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു, എനിക്ക് 2 കാലിനും വയ്യ, ഒരു കൈ വെച്ചിട്ടാണ് ഞാൻ എല്ലാ പരിപാടിയും ചെയ്യുന്നതെന്ന്. പക്ഷേ അമ്മായിയുടെ കുക്കിംഗ് നല്ല അടിപൊളി ടേസ്റ്റാണ്. പപ്പയൊക്കെ ഒരുപാട് അമ്മായിയുടെ ഫാനാണ് എൻ്റെ പപ്പ. പുള്ളിക്കാരിയുടെ മീൻകറിയും എല്ലാ കറികളും നല്ല അടിപൊളിയാണ്. ഇന്നത്തെ ഉച്ചയ്ക്കുള്ള സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഞണ്ട് കറിയാണ്, നല്ല ഞണ്ട് റോസ്റ്റ്. അപ്പം ഞാൻ മോർണിംഗ് നമ്മുടെ ചായയൊക്കെ ആയിട്ട് ഇവിടെ ആമ്പൽക്കുളമുണ്ട് വല്യമ്മ ഉണ്ടാക്കിയിട്ടുള്ളത്. അവിടെ വന്ന് ഈ ആമ്പലൊക്കെ കണ്ട് അവിടെ ഇരുന്നിട്ടായിരുന്നു ഞാൻ ചായയൊക്കെ കുടിച്ചത്. അതിനുശേഷം നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റായ വെള്ളയപ്പവും മുട്ടക്കറി, അതാണ് ഇന്നത്തെ ഹൈലൈറ്റ്. പിന്നെ ബാക്കിയുള്ള ചായയും ഇതൊക്കെ കുടിച്ച് കഴിഞ്ഞ് ഒന്ന് കുളിച്ച് കുട്ടപ്പനായിട്ട് ഞാൻ നേരെ നമ്മുടെ ഇന്നത്തെ പരിപാടിയിലേക്ക് കടക്കുകയാണ്. അപ്പോൾ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഞാൻ നേരെ പോകുന്നത് നമ്മുടെ കോഴിക്കോടുള്ള മിഠായി തെരുവ് അല്ലെങ്കിൽ SM സ്ട്രീറ്റിലോട്ടാണ്. എൻ്റെ കസിൻ ചേച്ചി വരുന്നുണ്ട് അവിടെ, ചിന്നു ചേച്ചി. അപ്പം ചേച്ചി നേരെ അങ്ങോട്ടേക്ക് എത്താമെന്നാണ് പറഞ്ഞത്. അപ്പം ഞാൻ ഇവിടെ നിന്ന് വലിയമ്മയോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞാൻ നേരെ പോവുകയാണ് ഓട്ടോയിൽ കയറിയിട്ട് നമ്മുടെ സ്വന്തം SM സ്ട്രീറ്റിലോട്ട്. കോഴിക്കോടുള്ള സമയം മുതലേ എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ഷോപ്പിംഗ് സ്പോട്ടാണ് SM സ്ട്രീറ്റ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ മേടിക്കേണ്ടെന്ന് വിചാരിച്ചാലും നമ്മൾ
എന്തെങ്കിലുമൊക്കെ മേടിക്കും. ഇനിയിപ്പം രാവിലെ പോയാൽ തന്നെ നമുക്ക് വൈകുന്നേരം ആയാലും തിരിച്ചു വരണം തോന്നാത്ത ഒരു സ്പോട്ട് ഉണ്ടെങ്കിൽ അത് ഈ പറയുന്ന SM സ്ട്രീറ്റ് ആയിരിക്കും. അങ്ങനെ ഇതാ ഈ നടന്നു വരുന്നതാണ് എൻ്റെ ചേച്ചി എന്ന് പറയുന്ന ചിന്നു ചേച്ചി. അങ്ങനെ ഞങ്ങൾ മീറ്റപ്പൊക്കെ ചെയ്ത് ഞങ്ങൾ തുടങ്ങി നമ്മുടെ പരിപാടി ഷോപ്പിംഗ്. അപ്പോൾ എവിടെ നിന്ന് തുടങ്ങണം എന്നുള്ളൊരു ചർച്ചയിൽ ചേച്ചി എനിക്ക് ഒരുപാട് റീൽസ് അയച്ചു തരാറുണ്ട്, അതായത് ഇൻസ്റ്റാഗ്രാമിൽ. അങ്ങനെ ഇവിടുത്തെ പുതിയ ഷോപ്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്യുമ്പം അപ്പം എനിക്കിങ്ങനെ അയച്ചു തരാറുണ്ട്. അങ്ങനെ അയച്ചെന്നൊരു സ്പോട്ടിലോട്ടാണ് നമ്മൾ എത്തിപ്പെട്ടിരിക്കുന്നത്. ഇത് പറയുമ്പം ഒരുപാട് അഫോർഡബിൾ ആണ് ഈ ഒരു കട ഫസ്റ്റ് ഓഫ് ഓൾ. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള വെസ്റ്റേൺ ഔട്ട്ഫിറ്റ്സ് അവിടെ ഉണ്ട്. പക്ഷേ നമ്മൾ പിക്ക് ചെയ്തെടുക്കണം. റാൻഡം കളക്ഷൻസ് ആണ്, ഓരോ പീസ് മാത്രമേ ഉണ്ടാവുള്ളൂ. പിന്നീട് നമ്മൾ അതിൻ്റെ വേറെ സൈസ് ചോദിച്ചാൽ നമുക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. എല്ലാം ഓൾമോസ്റ്റ് ഫ്രീ സൈസ് ആയിരുന്നു. ഓൾട്ടർ ചെയ്യണമെങ്കിൽ ഓൾട്ടർ ചെയ്യാം, ആ രീതിയിലാണ്. അപ്പം ഓരോ ഡ്രസ്സും കണ്ട് എനിക്കിങ്ങനെ മേടിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ എല്ലാം കയ്യിലിങ്ങനെ പിടിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പിന്നെ ഞങ്ങൾ ഈ സംഭവങ്ങളെല്ലാം ഇട്ട് നോക്കാൻ വേണ്ടി ഡ്രസ്സിങ് റൂമിൽ പോയി. അങ്ങനെ 3-4 ഐറ്റംസൊക്കെ നമ്മൾ അവിടെ നിന്ന് എടുത്തു കേട്ടോ. അതിനുശേഷം നമ്മൾ നേരെ പോകുന്ന ഈ ഒരു ഫാൻസി ഷോപ്പിലേക്കാണ്. എപ്പോൾ വരുമ്പോഴും പോകുന്നൊരു കടയാണ്. എന്തെങ്കിലും വെറൈറ്റി കാര്യങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മേടിക്കാമെന്ന് വിചാരിച്ചു. കുഞ്ഞിലെ നമുക്കൊക്കെ ഉണ്ടായിട്ടില്ലേ ഇതേപോലത്തെ ഈ ബട്ടർഫ്ലൈ, കണ്ടപ്പം ഇപ്പോഴും ഉണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോൾ ഭയങ്കര ഒരു നൊസ്റ്റാൾജിക് ഫീൽ വന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മൾ പ്രത്യേകിച്ചൊന്നും മേടിച്ചില്ല. പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നത് ഇവിടെ SM സ്ട്രീറ്റിലുള്ള കലന്തൻസ് എന്ന് പറയുന്ന ഒരു കുഞ്ഞ കഫേയാണ്. കഫേ എന്നൊന്നും പറയാൻ പറ്റില്ല, കുഞ്ഞൊരു ഷോപ്പാണ്. അവിടെ നമുക്ക് ഷേക്സും കിട്ടും. അതുപോലെ തന്നെ ഇതാണ് അവരുടെ മെയിൻ കോംബോ, അതായത് കോഫിയും 2 കട്ട്ലേറ്റും. ഇതാണ് അവരുടെ ഒരു കോംബോ പാക്കാണിത്. എപ്പോൾ വരുമ്പോഴും നമ്മൾ ഇവിടെ വന്നിട്ട് ഇത് കഴിക്കാറുണ്ട്. അതിപ്പം ഞാനും ചേച്ചിയുടെ കൂടെ ആണെങ്കിലും ഞാൻ ദിവ്യ ചേച്ചിയുടെ കൂടെ വരുമ്പോഴും ആരുടെ കൂടെ വരുമ്പോഴും നമ്മൾ ഇവിടെ വന്നിട്ട് ഇത് കഴിക്കാറുണ്ട്. ഞാൻ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്താണെങ്കിൽ പോലും എനിക്ക് ഈ സാലറി ഒക്കെ കിട്ടി കഴിഞ്ഞാൽ ഞാൻ ചിലപ്പം ഒറ്റയ്ക്കും വരുന്ന ഒരു സ്പോട്ടാണ് ഈ പറയുന്ന SM സ്ട്രീറ്റ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് ഈ ഒരു സ്പോട്ട്. എപ്പോൾ കോഴിക്കോട് വരുമ്പോഴും ഒരു തവണയെങ്കിലും SMൽ പോയില്ലെങ്കിൽ സംതിങ് മിസ്സിങ് എന്നുള്ളൊരു ഫീലാണ്. പിന്നെ നമ്മുടെ ഫേവറേറ്റ് സ്പോട്ടാണ് ഈ കാണുന്ന ചെരുപ്പ് കട. ഇവിടെ ഒരുപാട് ചെരുപ്പ് കടകളുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും വരുമ്പോഴും പോകുന്നതും അവിടെ നിന്ന് മേടിക്കുന്ന ഒരു ഷോപ്പാണ് ഈ കാണുന്ന കട. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് വീണ്ടും കുറേ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു കേട്ടോ. പക്ഷേ എല്ലാതും കാണിക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പം ബോറടിക്കും. ഞങ്ങൾക്കിതൊരിക്കലും ബോറടിക്കാത്ത പരിപാടിയാണ്. പക്ഷേ വീഡിയോൻ്റെ ഒരു ലിമിറ്റ് ഉണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ചേ കാണിച്ചിട്ടുള്ളൂ. അങ്ങനെ കംപ്ലീറ്റ് ഷോപ്പിംഗ് കഴിഞ്ഞതിന് ശേഷം നമ്മൾ തിരിച്ച് കാർ പാർക്കിങ്ങിൽ വന്ന് വണ്ടിയൊക്കെ എടുത്ത് ചേച്ചിയാണ് ഡ്രൈവ് ചെയ്യണത്. അങ്ങനെ നേരെ നമ്മൾ പോകുന്നത് നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനായ ഗോകുലം മോളിലേക്കാണ്. അവിടെ പോകുമ്പോൾ വീണ്ടും പറയാനുള്ളൊരു സ്റ്റോറി ഉണ്ട്. എപ്പോഴൊക്കെ ഞാൻ ഇവിടെ വരുമ്പോഴും ചേച്ചി വരാറുണ്ട്, ഞങ്ങളെല്ലാം മീറ്റ് ചെയ്യാറുണ്ട്. 1 ഡേ ഗേൾസ് ഔട്ട് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ കാണാറുണ്ട്. ഫുള്ള് രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഈവനിങ് അല്ലെങ്കിൽ രാത്രിയാവും നമ്മൾ തിരിച്ച് വീട്ടിലെത്താൻ. അതുവരെ നമ്മളിങ്ങനെ കറങ്ങിക്കൊണ്ടേയിരിക്കും. എനിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പം ഗോകുലം മോളിലേക്ക് വന്നിരിക്കുന്നത്. എൻ്റെ ഒരു ചെറിയ വട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ്. മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ വരുന്ന വേറൊരു സ്പോട്ടാണ്. ഞാനും എൻ്റെ ഫിസിയോതെറാപ്പിസ്റ്റ് ചേച്ചിയും, അതായത് നേരത്തെ നിങ്ങൾ കണ്ടല്ലോ ദിവ്യ ചേച്ചി. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് നെസ്റ്റോയിൽ കയറിയിട്ട് അവിടുത്തെ ഒരു ചായ ഉണ്ട്, ആ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ സത്യം പറഞ്ഞിപ്പോൾ വരുന്നത്. പണ്ട് നമ്മൾ ചെയ്തിരുന്ന കാര്യങ്ങളെല്ലാം ഒന്നും കൂടി ചെയ്യുക എന്നുള്ളൊരു പേർപ്പസാണ് കേട്ടോ. വേറെ അത് കാണുന്നവർക്ക് എങ്ങനെ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് അങ്ങനത്തെ കാര്യമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന സമയത്ത് ഞാൻ ഇവിടെ നിന്ന് വരുന്ന സമയത്ത് ഞാൻ ഗ്രോസറിയും മേടിക്കാറുണ്ട്. അങ്ങനെ ഈ നെസ്റ്റോ സൂപ്പർ മാർക്കറ്റും എൻ്റെ ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ് സ്പോട്ടായിരുന്നു കോഴിക്കോട് നിൽക്കുന്ന സമയത്തൊക്കെ. അപ്പോൾ എന്തായാലും നമ്മൾ പറഞ്ഞു വന്നത് നമ്മുടെ ചായയുടെ കഥയാണ്. പണ്ട് ഇവിടുത്തെ ചായക്ക് ഭയങ്കര ടേസ്റ്റായിരുന്നു. 10 റുപ്പീസായിരുന്നു കേട്ടോ ഒരു ചായക്ക്. ഇപ്പോൾ അത് 12 ആയി മാറിയിട്ടുണ്ട്. പക്ഷേ റേറ്റ് അതിൽ കൂടിയാലും അതിൻ്റെ ടേസ്റ്റ് കംപ്ലീറ്റ് ആയിട്ട് പോയി എന്നുള്ളതാണ് സത്യം. എനിക്ക് തോന്നുന്നു ഷെഫ് എന്തോ മാറിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ ഈ ചായ കുടിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. എന്തായാലും അവിടെ നിന്ന് സ്നാക്സും കാര്യങ്ങളൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഫുഡ് കോർട്ടിന് മുകളിലൊന്ന് വന്നു. കാരണം ഇവിടുന്ന് താഴത്തോട്ട് നോക്കുന്നൊരു വ്യൂ ഭയങ്കര രസമാണ്. അപ്പോൾ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി മാത്രം ഫുഡ് കോർട്ടിൻ്റെ അവിടെ വരെ വന്ന് നമ്മളിതൊക്കെ എൻജോയ് ചെയ്തു. അങ്ങനെ നമ്മൾ തിരിച്ചു പോവുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഓൾമോസ്റ്റ് കറക്കവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു.
അങ്ങനെ ഗൂഗിൾ മോളിൽ വന്നതിൻ്റെ മെയിൻ പേർപ്പസ് ചായ കുടിക്കലായിരുന്നു. അതെന്തായാലും വർക്കൗട്ട് ആയില്ല. അങ്ങനെ എന്നെ നൊസ്റ്റാൾജിക് ഫീൽ റീക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വിചാരിച്ചത് എന്തായാലും പാളിപ്പോയി. അപ്പോൾ ഇനി ഞാൻ ചായ കുടിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരില്ല. അതെന്തായാലും ആ ഒരു നല്ല മെമ്മറി അതുപോലെ തന്നെ അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് പോവാണ്. വീട്ടിലെത്തിയപ്പോഴാണ്, കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മളൊരു 9th month ഒരു സെർമണിക്ക് പോയിട്ടുണ്ടായിരുന്നു. അതായത് എൻ്റെ ചേട്ടൻ്റെ വൈഫിൻ്റെ 9th month ആയിരുന്നു. അവൾ ഡെലിവറിയൊക്കെ കഴിഞ്ഞു. ചേട്ടന് പെൺകുട്ടിയാണ്. അപ്പോൾ അവർ വീഡിയോ കോളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഡിന്നർ കഴിക്കാൻ വേണ്ടി സമയമായി. നെയ്ച്ചോറും ചിക്കൻ കറിയും അതേപോലെ കുഞ്ഞുമത്തി ഫ്രൈയും ഉണ്ടായിരുന്നു. ഇതൊക്കെ വലിയമ്മ ഉണ്ടാക്കിയതാണ്. അങ്ങനെ ഫുഡൊക്കെ തട്ടിയതിന് ശേഷം കസിൻസൊക്കെ കൂടി നമ്മൾ ലിവിങ് റൂമിൽ ഇരുന്ന് TV പണ്ടത്തെ സോങ്സൊക്കെ ഇങ്ങനെ കാണലായിരുന്നു മെയിൻ പരിപാടി. അതിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ പണ്ടത്തെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് അങ്ങനെ നമ്മളൊരു 4 മണിയായപ്പം കിടന്നുറങ്ങി. പിറ്റേ ദിവസം കുറച്ച് വൈകിട്ടാട്ടോ എണീറ്റത്. കാരണം കിടന്നത് ഓൾമോസ്റ്റ് പുലർച്ചെയായിരുന്നു. എന്നിട്ട് എഴുന്നേറ്റ് ചേട്ടൻ്റെ കല്യാണ വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതൊന്ന് കാണാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന കുറച്ച് നമ്മൾ കസിൻസും ഫാമിലിയൊക്കെ ആയിട്ടുള്ള കുറച്ച് മൊമെൻറ്റ്സാണ്. എനിക്ക് തോന്നി ഇതെൻ്റെ വീഡിയോയിൽ ജസ്റ്റ് ഇതിങ്ങനെ ഒരു മെമ്മറിക്കും കൂടിയും എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇതെല്ലാം കൂടി ഞാൻ ഇതിൽ ആഡ് ഓൺ ചെയ്തത്. അപ്പം അങ്ങനെ ഒരു ഹാപ്പി മൊമെൻറ്റും 1 year ആയി ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട്. ഇപ്പം വാവയോ ആയി. അങ്ങനെ എല്ലാം കൊണ്ടും ഭയങ്കര ഹാപ്പി ആയിട്ട് പോണു. അപ്പം ഈ കല്യാണത്തിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയായിരുന്നു. ഇതെൻ്റെ അനിയൻ പാട്ട് പാടായിരുന്നു. അവൻ അന്ന് ആ സ്റ്റേജ് തകർത്തിട്ടുണ്ടായിരുന്നു പാടിയിട്ട്. എന്തായാലും ആ ഒരു മെമ്മറീസിലൂടെയും നമ്മളൊന്ന് കുറച്ച് നേരം പോയി. നമ്മുടെ മെയിൻ പരിപാടി എപ്പോൾ കൂടുമ്പോഴും പണ്ടത്തെ കാര്യങ്ങളിലേക്ക് നമ്മൾ വീണ്ടും സംസാരവും കാര്യങ്ങളൊക്കെ പോവും. വീണ്ടും പറഞ്ഞത് തന്നെ എത്ര തവണ പറയാനാണെങ്കിൽ നമുക്കൊരു മടിയുമില്ല. പണ്ടത്തെ ആ ഒരു മെമ്മറീസും കാര്യങ്ങളും ഇങ്ങനെ എല്ലാവർക്കും ഇഷ്ടമാണ്. അതാണ് മെയിനായിട്ട് ആ ഒരു ഗ്യാങ്ങിൻ്റെ സ്പെഷ്യാലിറ്റി. ഇനി അമിതൊക്കെ വരാനുണ്ട്. അമിത് ഇപ്പോൾ UK അവൻ വന്നിട്ടില്ല. ബേബീനെ കണ്ടിട്ടില്ല. കല്യാണ വീഡിയോ കണ്ടിട്ടില്ല. ഒന്നും കണ്ടിട്ടില്ല. ഭാഗ്യത്തിന് അവൻ കല്യാണത്തിന് വേണ്ടി അവന് വരാൻ വേണ്ടി പറ്റി. അപ്പോൾ അവൻ മോസ്റ്റ്ലി നെക്സ്റ്റ് ഇയർ ഏപ്രിലൊക്കെ ആകുമ്പോൾ വരും. ഈ വീഡിയോസൊക്കെ കണ്ടിരുന്നിട്ട് സമയം പോയത് അറിഞ്ഞില്ല. നമ്മൾ ഈവനിങ് സിനിമയ്ക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ചേട്ടനാണ് ബുക്ക് ചെയ്തത്. ARM മൂവി നമ്മുടെ ടോവിനോടെ. അപ്പോൾ ആ പടം കാണാൻ വേണ്ടി നമ്മൾ വീണ്ടും പോകുന്നത് ഹൈലൈറ്റ് മോളിലേക്കാണ്. അവിടുത്തെ തിയേറ്റർ ആക്ച്വലി ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും വലിയമ്മയും ചിന്നു ചേച്ചിയും പിന്നെ ചിന്നേട്ടൻ നേരെ ഓഫീസിൽ നിന്ന് ഡയറക്റ്റായിട്ട് അങ്ങോട്ടേക്ക് വരും. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹൈലൈറ്റിലെത്തി. ആദ്യം തന്നെ നമ്മൾ ബേബിക്ക് കുറച്ച് തുണികൾ എടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനായിട്ട് നമ്മൾ നേരെ പോകുന്നത് ബേബി കെയറിലോട്ടാണ്. അതിൻ്റെ ഇടയിൽ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു നമ്മൾ. ഇവിടെ ഈ ഹൈലൈറ്റ് മോളിൽ സ്നോ ഫാൻറ്റസി എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതായത് നമ്മൾ ഈ മഞ്ഞിലൊക്കെ കളിക്കാനുള്ള സിറ്റുവേഷനും മഞ്ഞും കാര്യങ്ങളൊക്കെ ഉള്ളൊരു സംഭവം അവർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹൈലൈറ്റിൽ വരികയാണെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക. അങ്ങനെ നമ്മൾ നേരെ ചെല്ലുന്നത് ബേബി കെയറിലേക്കാണ്. അങ്ങനെ വാവയ്ക്ക് നമ്മൾ കുറേ ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്തു. കുഞ്ഞ ഡ്രസ്സാണല്ലോ ഇപ്പം, കാരണം ഇപ്പോൾ ജനിച്ചിട്ടല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു 0 to 3 months വരെയുള്ള ഡ്രസ്സുകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. പിന്നെ ഗേൾ ബേബി ആയതുകൊണ്ട് തന്നെ ഡ്രസ്സിനൊരു ക്ഷാമം ഉണ്ടാവില്ല. പെൺകുട്ടികൾക്ക് പിന്നെ എങ്ങനെ ആയാലും ഡ്രസ്സ് കിട്ടുമല്ലോ. ആൺകുട്ടികളുടെ കാര്യമാണ് കഷ്ടം. അവർക്കൊരു ട്രൗസറും ഒരു ടീഷർട്ടും അല്ലെങ്കിൽ ഒരു പാൻറ്റും ഷർട്ടും ഇത്രയേ അവർക്ക് ഓപ്ഷനുള്ളൂ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഷോപ്പിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞ് പോണ വഴിക്കുണ്ട് ഇങ്ങനൊരു സാധനം കാണുന്നു, ഇങ്ങനൊരു വിങ്സ്. അപ്പോൾ കണ്ട സ്ഥിതിക്ക് അവിടെ നിന്ന് ഫോട്ടോ എടുത്തിട്ടില്ലെങ്കിൽ ഒരു മര്യാദക്കേടാവുമല്ലോ എന്ന് വിചാരിച്ച് ഞാനും ചിന്നു ചേച്ചിയും മാറി നിന്ന് അവിടെ നിന്ന് ഫോട്ടോ എടുത്തു. അതിനുശേഷം നമ്മൾ നേരെ പോവാണ് നമ്മുടെ തിയേറ്ററിലോട്ട്. പാലാക്സി എന്നാണ് കേട്ടോ തിയേറ്ററിൻ്റെ പേര്. നല്ല അടിപൊളി തിയേറ്ററാണ്. നല്ല അടിപൊളിയായിട്ട് സൗണ്ടും കാര്യങ്ങളും എല്ലാം നല്ല അടിപൊളി സിസ്റ്റമാണ്. എന്തായാലും അവിടെ എത്തി ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തു ജിനേട്ടന് എത്താൻ വേണ്ടിയിട്ട്. പക്ഷെ പുള്ളിക്കാരൻ ആ ഒരു കറക്റ്റ് ടൈമിന് എത്താത്തത് കൊണ്ട് നമ്മൾ നേരെ കയറി തിയേറ്ററിലോട്ട്. എൻ്റെ ഫേവററ്റ് ആക്ടറാണ് കേട്ടോ ടോവിനോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ഈ പടം കാണാൻ വേണ്ടിയിട്ട്.
അങ്ങനെ നമുക്ക് 3D ഗ്ലാസ്സൊക്കെ കിട്ടി. നമ്മൾ തിയേറ്ററിലേക്ക് നമ്മൾ സീറ്റൊക്കെ തപ്പി നമ്മൾ സെറ്റിലായി. അങ്ങനെ മൂവി ഹാഫായി, നമ്മുടെ ഇൻ്റർവെൽ ടൈമായി. അപ്പോൾ നമ്മൾ പോപ്കോണും കാര്യങ്ങളൊക്കെ വാങ്ങി നമ്മൾ തിരിച്ച് പോവാണ്. അങ്ങനെ നമ്മുടെ മൂവി കഴിഞ്ഞു കേട്ടോ. നല്ല അടിപൊളി മൂവിയായിരുന്നു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കര തിയേറ്ററിൽ തന്നെ വന്ന് കാണേണ്ട ഒരു മൂവിയാണ്. ടോവിനോ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ ഫുഡ് കോർട്ടിലേക്ക് വന്ന് ദോശ സ്പോട്ട് ഉണ്ടല്ലോ അവിടെ നിന്ന് എല്ലാവരും ലൈറ്റായിട്ട് ദോശ കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാട് വെറൈറ്റീസ് ഓഫ് ദോശ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും കൺഫ്യൂഷനായി. ജിനിയേടൻ പെട്ടെന്ന് തന്നെ പറഞ്ഞു ചിക്കൻ ചീസ് ദോശ എന്ന്. അങ്ങനെ ഫൈനലി നമ്മളെല്ലാവരും ദോശയൊക്കെ ഓർഡർ ചെയ്ത് ഇരിക്കുകയാണ്. ഇതെന്താ വെല്ലുവിയുടെ എന്തായിരുന്നു? ചിക്കൻ ചീസ് ദോശ. എന്റെ കാന്താരി, ഓണിയൻ കാന്താരി ചീസ് ദോശ. മൈസൂർ മസാല ബട്ടർ ദോശ. അപ്പൊ നമ്മളിതെല്ലാം കൂടി കഴിക്കട്ടെ ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. അടുത്ത ദിവസത്തെ പരിപാടി എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ദിവസം ഞാൻ ആക്ച്വലി തിരിച്ച് വീട്ടിലോട്ട് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ പെട്ടെന്നാണ് ചിന്നു ചേച്ചി പറയുന്നത് ഇങ്ങനെ ഒരു സ്പോട്ടുണ്ട് ബീച്ചിൻ്റെ അടുത്ത്, നമുക്ക് അവിടെ പോയി പാലടയും ബോളിയും കഴിച്ചാലോ എന്ന്. കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മൾ പുറപ്പെട്ടു. അതിനുശേഷം ഫുഡൊക്കെ അടിച്ചതിന് ശേഷം നമ്മൾ ബീച്ചിലോട്ട് പോവാണ്. ഇത് കോഴിക്കോട് ബീച്ചാണ്. ഇവിടെ വന്ന് ഈ ഒരു കാറ്റത്ത് ഈ ഒരു ഭംഗിയും കാര്യങ്ങളൊക്കെ ആസ്വദിച്ച് നമ്മൾ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. എന്തായാലും നല്ല അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. കോഴിക്കോട് ഈ തവണ വന്നിട്ട് ബീച്ചിൽ പോയില്ലല്ലോ എന്നൊരു വിഷമമുണ്ടായിരുന്നു, അതൊക്കെ മാറി. മേൽ 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 വിണ്ണിലെ ചേക്കേറാ കിളികളായി, മേൽ 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 വിണ്ണിലെ ചേക്കേറാ കിളികളായി, വെറുതെ നാം ഇതിലെ ഏതോ കുമ്പിൽ കൂടുണ്ടാക്കാൻ പോകാറായി, താഴെ മണ്ണിൻ നേരും തേടാറായി ഒരേ നിറം സ്വരം. അങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സൺസെറ്റൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. എന്തായാലും ഈ തവണ 3-4 ദിവസം നിന്നതാണെങ്കിൽ പോലും എനിക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. അതാണ് ഈ ഒരു വരവിൻ്റെ സ്പെഷ്യാലിറ്റി. എപ്പോൾ വരുമ്പോഴും ഒരുപാട് മെമ്മറീസായിട്ടാണ് ഞാൻ പോവാറ്. പിന്നെ നമുക്ക് കുറേ കാലം നിൽക്കുമ്പം ആ മെമ്മറീസൊക്കെ ആയിരിക്കും നമ്മൾ ഓർത്തിരിക്കുക, ആ ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ. അപ്പോൾ അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞ് ചിന്നു ചേച്ചിയും പോവാണ്. ചിന്നു ചേച്ചി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ഞങ്ങൾ നേരെ തിരിച്ച് കോഴിക്കോട് വീട്ടിലോട്ട് വന്നു. ഞാൻ ജിനേട്ടൻ്റെ കൂടെയാണ് തിരിച്ച് വീട്ടിലോട്ട് പോകുന്നത്. കാരണം ചേട്ടനിപ്പം കുട്ടിയൊക്കെ ആയതുകൊണ്ട് തൃശ്ശൂരാണല്ലോ, അപ്പം ചേട്ടനും തൃശ്ശൂർക്ക് വരുന്നുണ്ട്. അപ്പം എൻ്റെ കോഴിക്കോട് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോ എൻ്റെ ആണ് കേട്ടോ. ഇത് നമ്മുടെ കോഴിക്കോട് ഫറൂഖ് പാലാണ്, ഭയങ്കര അടിപൊളിയാണിത്. അപ്പോൾ അതിലൂടെ പോകുമ്പോൾ തന്നെ ഞാൻ ഈ വീഡിയോ എൻ്റെ ആണ്. എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു ഈ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് സപ്പോർട്ടിങ്. ടേക്ക് കെയർ.